കുവൈറ്റിലെ അബ്ബാസിയയിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. കണ്ണൂർ മാന്തള സ്വദേശി സൂരജ് ജോൺ ഭാര്യയായ ബിൻസി തോമസിനെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഫോറൻസിക് അന്വേഷണത്തിലെ നിഗമനം. എറണാകുളം കീഴിലം സ്വദേശിയാണ് ബിൻസി തോമസ്. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ സൂരജിന്റെ ഫോണും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് സൂരജും ബിൻസിയും വിവാഹിതരായതെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. സൂരജിന്റെ കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി സാമാന്യം തരക്കേടില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ബിൻസി. നേഴ്സിംഗ് പഠനവും കഴിഞ്ഞ് ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാമുകനെ തനിക്ക് ലഭിച്ച ശമ്പളം ഉപയോഗിച്ച് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു. എന്നാൽ സൂരജ് സംശയരോഗത്തിന് അടിമയായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും അയൽക്കാരും പറയുന്നത്. ദേഷ്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിശ്ചയമില്ലാത്ത വിധം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു ഇയാളെന്നാണ് അയൽക്കാർ സൂരജ് ജോണിനെ കുറിച്ച് പറയുന്നത്. ഇതിനിടയിൽ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പക്ഷേ സംശയരോഗിയായ സൂരജ് അപ്പോഴേക്കും ബിൻസിയെ വകവരുത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നതായും 2 ദിവസം മുന്നേ അവളുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്.